ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 25/5/2024 നടന്ന ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ രണ്ടാം ഘട്ട പരീക്ഷയുടെ GK പാർട്ട് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ ഓപ്ഷൻ ഡി. മുകളിലുള്ളവയെല്ലാം. നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് ചട്ടമ്പി സ്വാമിയാണ്. വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതിയത് ചട്ടമ്പി സ്വാമികളാണ്. പണ്ഡിറ്റ് കറുപ്പന്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത്. വക്കം മൗലവിയാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചത്. 2. ചേരുംപടി ചേർക്കുക. ആൻസർ ഓപ്ഷൻ ബി. മരുതം, തണ്ണീർത്തട കൃഷി. പാലായി, കൊള്ളയടിക്കുന്നു. മുല്ലായി, മൃഗസംരക്ഷണം. നെയ്റ്റൽ, ഉപ്പ് നിർമ്മാണം. അപ്പം എന്താണ് മരുതം, പാലായി, മുല്ലായി, നെയ്റ്റൽ എന്നൊക്കെ പറഞ്ഞാൽ? സംഘകാലത്ത് ഭൂപ്രദേശത്തെ 5 തിണകളായിട്ട് വിഭജിച്ചിരുന്നു. ഏതൊക്കെയാണ്? കുറിഞ്ചി, മുല്ല, കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ. കുറിഞ്ചി എന്ന് പറയുന്നത് പർവ്വത പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവ ശേഖരണവും നായാട്ടുമാണ്. മുല്ലൈ എന്ന് പറയുന്നത് കുന്നിലും പുൽമേടുകളിലും താമസിക്കുന്ന ആളുകളാണ്. അവരുടെ തൊഴിൽ, ഉപജീവന മാർഗം ആടുമാടുകളെ വളർത്തലാണ്. പാലൈ എന്ന് പറയുന്നത് മണൽ കലർന്ന പാഴ്പ്രദേശത്ത് ജീവിക്കുന്നവരാണ്. അവരുടെ ജോലി കയ്യേറ്റം, പിടിച്ചുപറി തുടങ്ങിയവയാണ്. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരാണ്. അവരുടെ ഉപജീവന മാർഗം കൃഷിപ്പണിയാണ്. നെയ്തൽ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകളാണ്. അവരുടെ ജോലി ഉപ്പ് നിർമ്മാണം, മീൻപിടുത്തം, മുത്തുവാരൽ തുടങ്ങിയവയാണ്. ഇതാണ് മരുതം, പാലായി, മുല്ലായി, നെയ്റ്റൽ. 3. ഇംഗ്ലീഷുകാരല്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് എന്ന് വാദിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗാന്ധി. 4. 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? അപ്പോൾ ഇതിനകത്ത് അതിൻ്റെ ആൻസർ ഇല്ല. വാണ്ടർ ഹാഗനാണ് ശരിയായ ആൻസർ. അപ്പോൾ ഇവിടെ ഗോഹൈൻ എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ വാണ്ടർ ഹാഗനാണ് ശരിയായ ആൻസർ. 5. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥക്കാലത്ത് നിരോധിച്ചിരുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, മുകളിലുള്ളവയല്ല. ജമാഅത്ത് ഇ ഇസ്ലാമി, RSS, ആനന്ദ് മാർഗ്, മാവോയിസ്റ്റ്, CP. 6. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി, രാജ്ഗുരു. 7. ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, രാമചന്ദ്ര ഗുഹ. 8. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി, 2ഉം 4ഉം. ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. 9. ആരാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? ആൻസർ ഓപ്ഷൻ സി, വിഷ്ണു ഡിയോ സായി. 10. സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് ഇതിനകത്തും അതിൻ്റെ ആൻസർ ഇല്ല കേട്ടോ. 11. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനങ്ങളുള്ള പ്രദേശം താഴെ പറയുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, പെനിൻസുലാർ പീഠഭൂമിയും കുന്നുകളും. 12. താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിക്കുക. അവശിഷ്ട പാറകൾ മടക്കി കളയുന്നത് മൂലമാണ് മടക്ക് മലകൾ രൂപപ്പെടുന്നത്. യൂറലുകളും അപ്പലാച്ചിയൻസും പഴയ മടക്ക പർവ്വതങ്ങളുടെ ഉദാഹരണങ്ങളാണ്.
ആൻഡീസും ഹിമാലയവും ഇളം മടക്ക് മലകളുടെ ഉദാഹരണങ്ങളാണ്. ഇവയിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, മുകളിലുള്ളവയെല്ലാം. 13. താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. വടക്കൻ അർദ്ധഗോളത്തിലെ ശീതകാല അറുതികൾക്കും വസന്ത വിഷുവത്തിനും ഇടയിൽ ഭൂമി പെരിഹെലിയൻ ആയിരിക്കുന്ന ദിവസം സംഭവിക്കുന്നു. 2. ജൂലൈ 4-നോ അതിനടുത്തോ ആണ് സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെയുള്ളത്. വേനൽ മുതൽ ശീതകാലം വരെയുള്ള കാലാനുസൃതമായ മാറ്റം ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിന്റെ പരിക്രമണ തലത്തിലേക്കുള്ള ചായ്വാണ്. ആൻസർ ഓപ്ഷൻ ഡി, മുകളിലുള്ളവയല്ല. 14. പാമ്പാടുംചോല ദേശീയോദ്യാനം ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, ഇടുക്കി. അപ്പം കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? 5 എണ്ണം. ഏതൊക്കെയാണ്? ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല. ഇരവികുളം, സൈലന്റ് വാലി, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല. കേരളത്തിലെ ഈ 5 ദേശീയോദ്യാനങ്ങളിലും സൈലന്റ് വാലി ഒഴികെ, അതായത് ഇരവികുളം, പാമ്പാടുംചോല, ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, ഇവ 4ഉം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഇരവികുളം. വരയാടുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. ഇരവികുളം നാഷണൽ പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ച വർഷം 1975. അടുത്ത ക്വസ്റ്റ്യൻ 15. സമുദ്രങ്ങളിലെ സൂക്ഷ്മജീവികളെക്കുറിച്ചും അന്തരീക്ഷത്തിലെ സൂക്ഷ്മ കണങ്ങളെക്കുറിച്ചും പഠിക്കാൻ 2024 ഫെബ്രുവരി 8-ന് പേസ് എന്നു പേരുള്ള ഒരു ഉപഗ്രഹം നാസ വിക്ഷേപിച്ചു. പേസ് എന്നാൽ? ആൻസർ ഓപ്ഷൻ എ, പ്ലാങ്ക്ടോൺ, എയറോസൽ, ക്ലൗഡ്, ഓഷ്യൻ ഇക്കോസിസ്റ്റം. 16. GSTയെ കുറിച്ച് താഴെ പറയുന്നവയിൽ തെറ്റ് ഏത്? ഏതാണ് തെറ്റ്? ആൻസർ ഓപ്ഷൻ ബി, 1ഉം 3ഉം. GST കൗൺസിലിൽ എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് GST കൗൺസിൽ അധ്യക്ഷൻ. അതാണ് തെറ്റ്. ഇത് രണ്ടുമാണ്. 17. RBIയുടെ മോണിറ്ററി പോളിസിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, 1ഉം 2ഉം. RBI 6 മാസത്തിലൊരിക്കൽ മോണിറ്ററി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. RBI ഗവർണറാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ. 18. ഓട്ടോമാറ്റിക് ഫിസിക്കൽ സ്റ്റെബിലൈസേഴ്സ് എന്നാൽ? ആൻസർ ഓപ്ഷൻ എ, വരുമാനത്തിന്റെ നിലയ്ക്ക് വ്യത്യാസം വരുമ്പോൾ നികുതിക്കും ഗവൺമെന്റ് ട്രാൻസ്ഫർ പേയ്മെന്റ്സിനും ഉണ്ടാകുന്ന മാറ്റം. 19. സിസ്റ്റം ഓഫ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് പ്രകാരം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെ ശരി? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ, എല്ലാം ശരിയാണ്. ഗ്രോസ് നാഷണൽ ഇൻകം = GDP പ്ലസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് ലഭിക്കേണ്ടുന്ന പ്രൈമറി വരുമാനം മൈനസ് റെസ്റ്റ് ഓഫ് ദി വേൾഡ് നൽകേണ്ട പ്രൈമറി വരുമാനം. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം = ഗ്രോസ് നാഷണൽ ഇൻകം പ്ലസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് റിസീവബിൾ മൈനസ് കറണ്ട് ട്രാൻസ്ഫേഴ്സ് പേയബിൾ. ഗ്രോസ് നാഷണൽ ഡിസ്പോസിബിൾ ഇൻകം എന്നതിനെ ഗ്രോസ് സേവിങ്സ് ആയും ഫൈനൽ കോൺസപ്ഷൻ ആയും തരംതിരിക്കാം. 20. പുതുക്കിയ എസ്റ്റിമേറ്റ് പ്രകാരം 2023-24 യൂണിയൻ ഗവൺമെന്റിന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആണ്? ആൻസർ ഓപ്ഷൻ സി, 5.8%. 21. 1949 നവംബർ 26 മുതൽ പ്രാബല്യത്തിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയുടെ താഴെ പറയുന്ന വ്യവസ്ഥകളിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പൗരത്വം. 22. താഴെ പറയുന്നവയിൽ ഏതാണ് വിദേശികൾക്ക് ലഭ്യമായ മൗലികാവകാശം? ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 14. 23. ആർട്ടിക്കിൾ 352 പ്രകാരം ഇന്ത്യയിൽ രണ്ടാമത്തെ അടിയന്തര പ്രഖ്യാപനം നടത്തിയത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ ബി, 1971. 24. താഴെ പറയുന്ന ഇനങ്ങളിൽ ഏതാണ് 7ാം ഷെഡ്യൂളിന്റെ കൺകറന്റ് ലിസ്റ്റിലുള്ളത്? ആൻസർ ഓപ്ഷൻ ഡി,
സാമൂഹിക സുരക്ഷയും സാമൂഹിക ഇൻഷുറൻസും. 25 ഇന്ത്യ ആദ്യ റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചപ്പോൾ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യ അതിഥി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് സുകാർണോ. 26 ഈ ക്രാന്തി എന്ന പദം ഡാഷ് എന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആൻസർ ഓപ്ഷൻ ബി, സേവനങ്ങളുടെ ഇലക്ട്രോണിക് ഡെലിവറി. 27 താഴെ പറയുന്നവരിൽ ആരാണ് ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്കുള്ള സെലക്ഷൻ കമ്മിറ്റിയിലെ അംഗം? ആൻസർ ഓപ്ഷൻ സി, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ്. 28 ഉപഭോക്തൃ സംരക്ഷണ നിയമം 1986 പ്രകാരം താഴെ പറയുന്നവരിൽ ആരാണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിലിന്റെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ സി, കേന്ദ്ര സർക്കാരിൽ ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രി. 29 സംസ്ഥാന സെൻട്രൽ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയല്ലാത്തത്? ആൻസർ ഓപ്ഷൻ ഡി, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ സംസ്ഥാന നിയമസഭയ്ക്ക് നീക്കം ചെയ്യാം. 30 എപ്പോഴാണ് ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്? ആൻസർ ഓപ്ഷൻ ബി, 2011. 31 ഇപ്പോൾ സെൻസസ് എത്ര വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്? 10 വർഷം കൂടുമ്പോഴാണ് നടക്കുന്നത്. 2021 സെൻസസ് നടക്കേണ്ടിയിരുന്നത്, പക്ഷെ കോവിഡ് കാരണമാണ് നടക്കാതിരുന്നത്. 31 ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ഡി, മണിപ്പൂർ. 32 ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ആൻസർ ഓപ്ഷൻ സി, ലാൽ ബഹദൂർ ശാസ്ത്രി. 33 NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യ നാമം എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ശോണിതപുരം. 34 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്? ആൻസർ ഓപ്ഷൻ ബി, MT വാസുദേവൻ നായർ. 35 ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, പൂന്താനം നമ്പൂതിരി. 36 പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം? ആൻസർ ഓപ്ഷൻ ബി, രാജസ്ഥാൻ. 37 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ ഡി, 1955 മെയ് 11. 38 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ്? ആൻസർ ഓപ്ഷൻ എ, ചിത്രേരുനാൾ ബാലരാമവർമ്മ. 39 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, മിലാനും കോർട്ടിന ഡി അംബേസോയും. മിലാനും കോർട്ടിന ഡി അംബേസോയും. ഇറ്റലിയിലാണ് മിലാനും കോർട്ടിന ഡി അംബേസോയും. അടുത്തത് 40 ഏത് സാഹിത്യകൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. ആൻസർ ഓപ്ഷൻ സി, ഗീതാഞ്ജലി. ഇപ്പൊ ഗീതാഞ്ജലിയിലെ വരികളാണ് പറഞ്ഞത്. 41 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻപുട്ട് ഉപകരണം? ആൻസർ ഓപ്ഷൻ ഡി, സ്കാനർ. 42 ഡാഷ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്? ആൻസർ ഓപ്ഷൻ എ, വേർഡ് പ്രോസസർ. 43 ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ശൃംഖലയെ ഡാഷ് എന്ന് വിളിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, വാൻ. വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. 44 ഒരു വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? ആൻസർ ഓപ്ഷൻ ബി, ബ്രൗസർ.
വെബ് പേജ് കാണാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ബ്രൗസറാണ്. 45 IT ആക്ട് നിലവിൽ വന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി 2000. 46 സൂര്യന്റെ ഉപരിതലത്തിൽ നിന്നും ഭൂമിയിലേക്ക് സഞ്ചരിക്കാൻ സൂര്യപ്രകാശം എടുക്കുന്ന സമയം. ആൻസർ ഓപ്ഷൻ ബി 8.3 മിനിറ്റ്. 47 ലാർജ് ഹാഡ്രോൺ കൊളൈഡറിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ആൻസർ ഓപ്ഷൻ സി കണികാ ഭൗതിക ഗവേഷണം. 48 സൂര്യനിലും മറ്റ് നക്ഷത്രങ്ങളിലും ഊർജ ഉൽപാദനം ഡാഷ് വഴിയാണ്. ആൻസർ ഓപ്ഷൻ ഡി അണുസംയോജനം. 49 ജീവജാലങ്ങൾക്ക് ഭക്ഷണത്തിൽ നിന്നും ഊർജം ലഭിക്കുന്ന പ്രക്രിയ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി കോശ ശ്വസനം. 50 COP28 UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം ഏത് നഗരത്തിലാണ് നടന്നത്? ആൻസർ ഓപ്ഷൻ ഡി ദുബായ്. UAE ദുബായിലാണ് നടന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്.